പോൾ എന്ന പേരിൻ്റെ അർത്ഥം ഞാൻ നോക്കുമ്പോൾ ഹംബിൾ എന്നാണ് കണ്ടത്. അതേപോലെ തന്നെ മെറീന എന്ന പേരിൻ്റെ അർത്ഥം നോക്കുമ്പോൾ ബിലവേഡ്, അതുപോലെ തന്നെ ഗ്രേസ്ഫുൾ എന്നൊക്കെയാണ് കണ്ടത്. അപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, ഈ 2 ആൽമരങ്ങൾ ഒന്നിച്ചുകൂടി വലിയ മരമായി അതിൻ്റെ ചുവട്ടിൽ, അതിൻ്റെ തണലിൽ ഒത്തിരിയേറെ പേർ ആശ്വാസം കൊള്ളുകയും വിശ്രമിക്കുകയും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ 2 ആൽമരങ്ങളാണ് പോളും മെറീനയും. മക്കളൊക്കെ ചെറുതായിരുന്നപ്പോൾ ഞങ്ങൾക്ക് അവിടെ സ്കൂളുകൾ 4 ക്ലാസ്സുള്ള സ്കൂൾ അവിടെ അടുത്തുള്ളൂ. അതും 1 കിലോമീറ്റർ പോകണം. ഈ അക്ഷരം പഠിപ്പിക്കുന്ന സൗകര്യങ്ങളൊന്നും അവിടെ ഇല്ല. എനിക്ക് ഈ പിള്ളേരെ മലയാള അക്ഷരം ഒന്ന് പഠിപ്പിക്കാഞ്ഞിട്ട് ഭയങ്കര വിഷമം. എനിക്കിരുന്ന് പഠിപ്പിക്കാനും സമയമില്ല, അപ്പച്ചനും സമയമില്ല. പഠിപ്പിച്ചാൽ പഠിക്കുകയില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ വികൃതി കാണിച്ച് കുസൃതി കാണിച്ച് പപ്പായുടെ നിന്ന് അടി കിട്ടുമെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഞാൻ പറമ്പിലോ എവിടെയെങ്കിലുമൊക്കെ പോയി ഒളിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ഒളിച്ചിരുന്നെന്ന് പറഞ്ഞാലും നമുക്ക് വിശക്കുമല്ലോ. അപ്പം അവിടെ ഭക്ഷണമൊക്കെ ആരും അറിയാതൊക്കെ എത്തിച്ചു തന്നിരുന്നതും മെറീന ഒത്തിരി സഹാനുഭൂതിയോടെ അങ്ങനെ പെരുമാറിയിട്ടുള്ള ഒത്തിരി അവസരങ്ങളും ഒത്തിരി ഓർമ്മകളും എനിക്കുണ്ട്. ഈ കൊച്ചു 2 അടി നടന്നിച്ച് പുറകോട്ട് തിരിഞ്ഞേക്കും. ഇതെന്നതാ, അതെന്നാ, ഇതെങ്ങനെ ഇവിടെ ഉണ്ടായേ, അത് പുല്ലാ മോനെ, ഇതെന്തിനാ ഉണ്ടായേ മോനെ, അത് ദൈവം സൃഷ്ടിച്ച മോനെ എന്ന് പറഞ്ഞ് 2 അടി നടക്കും. പിന്നെ തിരിഞ്ഞെന്ന് വെച്ച് ഇങ്ങനെയുള്ള ചോദിക്കില്ല. ഈ സംശയങ്ങളിൽ ചോദിക്കണേ, അവന് പഠിക്കാൻ അവിടെ പോയി ഇരിക്കാൻ ഇച്ചിരി മടിയാ. അത് കാരണം അങ്ങനെ പിന്നെ മണിയാടെ എടുക്കും, കുറച്ച് ഇടം നടത്തും, പിന്നെ കുന്നു കയറുമ്പോഴൊക്കെ എടുക്കും. അങ്ങനെയൊക്കെ എന്താണെങ്കിലും അക്ഷരം പഠിച്ച്. ഞങ്ങൾക്ക് എല്ലാ ദിവസവും ഒരു കുടുംബ പ്രാർത്ഥനയുണ്ടായിരുന്നു. പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കുറച്ച് നേരം സംസാരിക്കും. നന്നായി പഠിക്കേണ്ടതിൻ്റെ ആവശ്യം, നമ്മുടെ ധാർമ്മികമായ കാര്യങ്ങൾ ഉള്ള ഗൈഡ് ലൈൻസ്, ഇതൊക്കെ ആ സമയത്താണ് സംസാരിക്കുന്നതും ചർച്ച ചെയ്യുന്നതൊക്കെയും. പപ്പ പറഞ്ഞൊരു വാചകം ഞാനിപ്പോഴും എൻ്റെ മനസ്സിൽ കുറിച്ചിട്ടുണ്ട്: നിങ്ങൾ എത്ര വേണമെങ്കിലും പഠിച്ചോളൂ, ഇരുന്നിട്ട് വേണമെങ്കിലും നിങ്ങളെ പഠിപ്പിച്ചോളാം. നിങ്ങൾ പഠിച്ച് ഒരു നിലയിലെത്തണം, അല്ലാതെ നിങ്ങൾക്ക് വേണ്ടി വലിയ സമ്പാദ്യമൊന്നും കൂട്ടി ഒരുക്കി വെക്കാൻ ഞങ്ങളെക്കൊണ്ട് ആവില്ല എന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് പഠിത്തത്തിന് വലിയ പ്രോത്സാഹനമാണ്. അതുകൊണ്ട് പഠിക്കണം എന്നുള്ള വലിയ ആഗ്രഹം ഞങ്ങളിൽ എല്ലാവരിലും അന്ന് കുട്ടിക്കാലം തൊട്ടേ ഉണ്ടായിരുന്നു. പലപ്പോഴും വലിയേട്ടും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ കുറേയധികം പാടത്തൊക്കെ ജോലി ചെയ്യുന്ന പണിക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം 1ഉം 2ഉം തലമുറകളായിട്ട് നമ്മുടെ അവിടെ കുടുംബങ്ങളിൽ ജോലി ചെയ്യുന്നവരാ. ഇപ്പോൾ അവരുടെയൊക്കെ കുടുംബങ്ങളിൽ എന്തുകൊണ്ടാണ് ഒരു മാറ്റം വരാത്തതെന്ന് പോൾചൻ ചിന്തിച്ചിരുന്നു എന്ന് പലപ്പോഴായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. മെറീനയ്ക്ക് പ്രത്യേകിച്ച് എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു രീതിയായിരുന്നു, ഒരു പ്രകൃതമായിരുന്നു ഉണ്ടായിരുന്നത്. അത് വിഷമിച്ചിരിക്കുന്നവരെ സഹായിക്കാനും അവരെ ഒന്ന് ആശ്വസിപ്പിക്കാനും ഒക്കെ ഒരു പ്രത്യേക കഴിവ് മെറീനയ്ക്ക് കൊച്ചിലെ മുതലേ ഞാൻ കണ്ടിരുന്നു. അപ്പം എപ്പോഴും വിഷമിക്കുന്നവരോട് കരുണ കാണിക്കാനും കാരുണ്യം കാണിക്കാനും അവർക്ക് വേണ്ടി കരുതാനും ഒക്കെ ഒരു കഴിവ് മെറീനയ്ക്ക് ആദ്യം തന്നെ ഉണ്ടായിരുന്നു. വലിയേട്ടനും ഞാനും കൂടെ 11 വയസ്സിന് വ്യത്യാസമുണ്ട്. എനിക്ക് ഒരു വലിയേട്ടൻ, ഒരു കൊച്ചേട്ടൻ, ഒരു കുഞ്ഞേച്ചി, അവരുടെയൊക്കെ താഴെ ആയതുകൊണ്ട് എനിക്കതൊരു വലിയ പ്രിവിലേജ് ആയിരുന്നു. ബിക്കോസ് അന്ന് ഞങ്ങളുടെ നാട്ടിൽ വളരെ നാട്ടുമ്പുറമാണ് ഞങ്ങളുടെ സ്ഥലം. അപ്പം ഒരുപാട് പുസ്തകം, ഞങ്ങൾക്കൊരു ലൈബ്രറി ഉണ്ടെങ്കിലും അങ്ങനെ ഒരുപാട് ബുക്സ് ഒന്നും അവൈലബിൾ അല്ല. അപ്പം വേറെ ആർക്കും ഇല്ലായിരുന്നു. ഒരു പ്രിവിലേജ് എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പൂമ്പാറ്റ, ബാലരമ, ശാസ്ത്രകേരളം, അങ്ങനെ കുട്ടികളുടെ മാസികകളെല്ലാം വലിയേട്ടൻ പലപ്പോഴായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഹി വാസ് ആക്ച്വലി ദി വിൻഡോ to my outside world. അന്നത്തെ കാലത്ത് മിഡിയും ടോപ്പൊന്നും കണ്ടിട്ടൊന്നുമില്ല ഞങ്ങളുടെ നാട്ടിലാരും. പക്ഷെ അപ്പം ഞാൻ പുറത്തൊക്കെ പോയി പരിചയമൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേനും എവിടെ പോയാലും എനിക്ക് എന്തെങ്കിലും കൊണ്ടുവരുമായിരുന്നു. ഡ്രസ്സായിട്ടും കോലാപ്പൂരി ചെരുപ്പുകൾ. ഞങ്ങളുടെ നാട്ടുമ്പുറത്ത് ആ ചുറ്റുവട്ടത്തിനപ്പുറമായിട്ട് വളർത്തിയതിൽ ഒരു വലിയ പങ്ക് അത് വലിയേട്ടൻ തന്നെയാണ്. കാരണം ഇങ്ങനത്തെ ബുക്സ് ആയിക്കോട്ടെ, ഇങ്ങനത്തെ ഇൻപുട്സൊക്കെ കൊണ്ടുവന്നതിൽ കൂടെ. മെറീന പഠനത്തിന് ശേഷം EUവിൻ്റെ മൂവാറ്റുപുഴ ഓഫീസിൽ ജോലി ചെയ്തിട്ടുണ്ട്. പിന്നെ കോട്ടയം ഓഫീസിലും ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ഈ പോൾ തോമസ്, ഞങ്ങൾ സാജു എന്നാണ് വിളിക്കുന്നത്, സാജുവുമായിട്ടുള്ള വിവാഹാലോചന വരുന്നതും. അതിനകത്ത് ഒരു ഫൺ എന്ന് പറയുന്നത്, സാജു ശരിക്കും ഒരു സുഹൃത്തിന് വേണ്ടിയുള്ള വിവാഹാലോചനയുമായിട്ടാണ് വീട്ടിൽ വന്നത് ആദ്യം. അതായത് കൂട്ടുകാരനെ പെണ്ണ് കാണിക്കാൻ വേണ്ടി വന്നതാണ്. അത് തിരിഞ്ഞു പറഞ്ഞ് വന്നത് സാജുവായിട്ടുള്ള വിവാഹാലോചനയായിട്ടാണ് അത് മാറിയത്. പോളിൻ്റെ അളിയനായിട്ടുള്ള ഈ മെറീനയുടെ മൂത്ത ബ്രദറും ഞാനും ഒരു കൊളീഗായിരുന്നു. അതുപോലെ തന്നെ ആ ബ്രദറിൻ്റെ വൈഫ് എൻ്റെ വൈഫിൻ്റെ കൊളീഗുമായിരുന്നു. ജസ്യമ്മ ഇങ്ങനെ പറയണ്ടായി, മെറീനയുടെ അടുത്ത് ഇങ്ങനെ കല്യാണ കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ, എന്താ മോളെ നിനക്ക് വിവാഹത്തെക്കുറിച്ചൊരു
പിന്നെ വിചാരമില്ലേ നിനക്ക് ഇത്രയും കല്യാണം വന്നിട്ടും നീ എന്താ ഇങ്ങനെ ഒന്ന് സമ്മതിക്കാതെ നിൽക്കണമെന്ന് ചോദിച്ചപ്പോൾ മെറീന വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞ ഇല്ല എനിക്കതിനെക്കുറിച്ച് യാതൊരു വിചാരമില്ല, അതിനെല്ലാം ദൈവം എനിക്ക് വേണ്ടി കരുതിയിട്ടുള്ള ഒരാളെ എനിക്ക് കിട്ടും, അതെനിക്ക് ബോധ്യമുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ താല്പര്യപ്പെട്ട് അത് കഴിഞ്ഞ് മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചു. ഞങ്ങളിവിടെ പാറച്ചാട്ടത്ത് പോയി, വീട്ടിൽ പോയി. അന്ന് പാറച്ചാട്ടത്ത് ഇതുപോലത്തെ ഇത്രയും വികസനം വന്നിട്ടില്ല. ഇവിടെ വഴികളും ഒക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു, യാത്രാ സൗകര്യങ്ങളും ഒക്കെ കുറവായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ ഇപ്പോഴും എൻ്റെ ഒരു നല്ലൊരു ഓർമ്മ എന്ന് പറയുന്നത് ഒരു വലിയ കയറ്റമുണ്ട് വീട്ടിലേക്ക്. അപ്പം ഞങ്ങൾ ജീപ്പിലാണ് പോകുന്നത്. അപ്പോൾ പൊടി അടിക്കാതിരിക്കാൻ ടാർപോളിന് ഇങ്ങനെ ഇട്ട് മൂടിയിരുന്നു. ഇടയ്ക്ക് അത് ടാർപോളിൽ മാറ്റി നോക്കുമ്പോഴത്തേക്ക് ജീപ്പ് ഇങ്ങനെ വലിയൊരു കയറ്റം കയറുകയാണ്. പുറമെ ഒരു 10-15 പിള്ളേർ ഡിക്കറും ഒക്കെ വലിച്ച് പിടിച്ച് ഒക്കെ ഇങ്ങനെ ജീപ്പിൻ്റെ പുറകെ ഓടുന്ന നല്ലൊരു രസകരമായ കാഴ്ചയാണ് കണ്ടത്. വിവാഹത്തെപ്പറ്റി ഞങ്ങൾക്ക് ഒത്തിരി കൺസേൺ അല്ലെങ്കിൽ ഓവർ കൺസേൺ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതാണ് ശരി. കാരണം ഞങ്ങളുടെ പശ്ചാത്തലം തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ടായിരുന്നു. പാറച്ചാട്ടത്തുള്ള ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ആശങ്കകൾ വർദ്ധിക്കുകയാണ് ചെയ്തത്. കാരണം ഒന്ന്, വളരെ ഉൾപ്രദേശത്തുള്ള ഒരു സ്ഥലം, അങ്ങോട്ടേക്ക് ബസ് സൗകര്യം പോലും അന്ന് പരിമിതമായിരുന്നു. നേരത്തെ പറഞ്ഞല്ലോ, അവരൊരു കാർഷിക പാരമ്പര്യം അല്ലെങ്കിൽ പശ്ചാത്തലമുള്ളൊരു കുടുംബമാണ്. അപ്പോൾ കൃഷി കാര്യങ്ങൾ വീട്ടുകാരും ഒക്കെ അതിനകത്ത് 100% കൃഷിയിലും ഒക്കെ ഇൻവോൾവ് ആകുന്ന സാഹചര്യമാണ്. അന്ന് ശരിക്കും അവരുടെ വീട്ടിൽ വൈദ്യുതി പോലും ഇല്ല വിവാഹാലോചന നടക്കുന്ന സമയത്ത്. അപ്പോൾ ഇതെല്ലാം കണ്ടേച്ച് പോയി കഴിഞ്ഞാൽ നോ പറയും എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇരുന്നത്. പക്ഷേ ഒരു ഓക്കെ ആയിരുന്നു. എന്തായാലും ദൈവം രണ്ടുപേരെയും കൂട്ടി യോജിപ്പിക്കാനായിട്ട് ഉദ്ദേശിച്ചിരുന്നു, അതുകൊണ്ടായിരിക്കും. ചേട്ടൻ്റെ വിവാഹം കർക്കിടക മാസം കഴിഞ്ഞ് ഒരു 3 ദിവസം കഴിഞ്ഞിട്ടാണ്, ഓഗസ്റ്റ് 20-ാം തീയതി. ഈ കർക്കിടക മാസം ഇപ്പോഴത്തെ മാതിരിയൊന്നുമല്ല, നല്ല മഴയുള്ള സമയങ്ങളായിരുന്നു. നല്ല മഴ കഴിഞ്ഞ് ആ ചെളിയൊക്കെ ഉണങ്ങുന്നതിന് മുമ്പാണ് ഈ വിവാഹത്തിൻ്റെ തിരക്കുകളും എല്ലാം ഉണ്ടായിരുന്നത്. അപ്പോൾ അന്ന് ഞങ്ങളുടെ വീട്ടിലേക്കൊന്നും വണ്ടി സൗകര്യങ്ങളൊന്നുമില്ല. പാറച്ചാട്ടത്തുനിന്ന് 1 കിലോമീറ്റർ വീട്ടിലേക്ക് എത്തണം. അപ്പോൾ വണ്ടി സൗകര്യം ഇല്ലാത്തത് കാരണം സാധനങ്ങളൊക്കെ ചുമന്നാണ് ഞങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അന്ന് ഞങ്ങളെല്ലാവരും എല്ലാ അയൽവക്കത്തെ വീടുകളിൽ നിന്ന് പന്തലിനുള്ള സാധനങ്ങൾ, മേശ, കശേരയും പരമ്പാണെന്ന് പന്തലിനിടുന്നത്. അപ്പോൾ താഴേന്ന് മുതൽ ഞങ്ങൾ സാധനങ്ങളെല്ലാം ചുമന്ന് വീട്ടിൽ കൊണ്ടുപോയി പന്തലിടുകയും, വണ്ടി പിന്നെ ആകെ ഒരു ബൈക്കാണ് ഞങ്ങൾക്ക് അന്ന് അവിടെ ഉണ്ടായിരുന്നത്. പാറച്ചാട്ടത്തു നിന്ന് നടക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വഴിയായിരുന്നു, ചെളിയായിട്ട്. അപ്പോൾ നടക്കാൻ പ്രയാസമുള്ള വ്യക്തികളെ ഞാനാണ് ബൈക്കിൽ ഇങ്ങനെ കയറ്റി കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് വീട്ടിലോട്ട്. ഞങ്ങൾ തന്നെ ഭക്ഷണം ഉണ്ടാക്കുകയായിരുന്നു. പോത്ത് വെട്ടലും അയൽവക്കക്കാരെല്ലാവരും കൂടി പോത്ത് വെട്ടി സദ്യ ഞങ്ങൾ തന്നെ വെക്കലും ഒക്കെ ആയിരുന്നു. കല്യാണം കഴിഞ്ഞ് അന്ന് തന്നെ അവർ തിരിച്ച് കോട്ടയത്തിന് പോയി. 4-ാം ദിവസം വന്നു കഴിഞ്ഞപ്പോഴാണേലും ഇവിടെ കൃഷിപ്പണിയുടെ സമയമാണ്, നെൽകൃഷി ഇറക്കുന്ന സമയവും. പക്ഷേ ഞങ്ങൾ മെറീന മോള് വീട്ടിൽ വന്ന് കയറിയിട്ട് കൃഷിയോട് യോജിച്ച് ഞങ്ങൾക്കന്ന് കുറേ നിറയെ പശുക്കളും കോഴിയും എല്ലാ കൃഷികളും ഉണ്ടായിരുന്നു. എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഞങ്ങളുടെ അപ്പനും അമ്മയ്ക്കും. ചേച്ചി കോട്ടയം ടൗണിൽ വളർന്ന ഒരു പെൺകുട്ടി. ഞങ്ങളുടെ അവിടെ ചേച്ചി കല്യാണം കഴിച്ച് വരുമ്പോൾ ഞങ്ങളുടെ അവിടെ കറണ്ട് പോലും ഇല്ല. സോ ഐ ഡോണ്ട് നോ വെദർ യു ക്യാൻ ഈവൻ ഇമാജിൻ ദ ഡിഫറൻസ്. പക്ഷേ ഷീ അഡ്ജസ്റ്റഡ് ക്വൈറ്റ് വെൽ. പണിക്കാർ എപ്പോഴും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പശുക്കൾക്കൊക്കെ പുല്ലരിയാനൊക്കെ പോകണം. പിന്നെ അരിയാൻ അറിയില്ലെങ്കിലും അത് വാരി കൂട്ടാനും വള്ളിയിൽ കെട്ടാനൊക്കെ ആയിട്ട് ഇറങ്ങി വരും. എൻ്റെ അടുത്തുള്ളവരിങ്ങനെ ഇത് കൃഷിക്കാരായിട്ട് എങ്ങനെ യോജിച്ച് പോകാമെന്നുള്ള പറഞ്ഞവർക്ക് വലിയ അതിശയമായിട്ട് തോന്നി. അയ്യോ ഇതേ കടിമ്പേലെ സാജുവിൻ്റെ പെണ്ണാണ് അതേ പുല്ലരി എന്ന് പറഞ്ഞ് അതിശയോക്തി പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് എല്ലാത്തിലും ചേച്ചി അഡ്ജസ്റ്റ് ചെയ്ത് കൂടെ നിന്നു എന്നുള്ളത് വലിയൊരു കാര്യമായിരുന്നു. അന്ന് മുതലേ പ്രാർത്ഥനയ്ക്കാണേലും അതായിരുന്നു ചേച്ചിയുടെ വലിയ വൻ വിജയം. പ്രാർത്ഥനയും ചേച്ചി നന്നായിട്ട് പാടുമായിരുന്നു. അപ്പോൾ വീട്ടിൽ ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിലൊക്കെ ചേച്ചി പിന്നെ പാട്ട് ലീഡ് ചെയ്ത് എല്ലാം ചേച്ചിയായിരുന്നു. ഒരു മരുമകൻ എന്നുള്ള രീതിയിലാണ് വീട്ടിലേക്ക് വന്നെങ്കിലും അധികം താമസിയാതെ തന്നെ അവിടുത്തെ ഒരു അംഗമായിട്ട് അല്ലെങ്കിൽ ഒരു മകനായിട്ട് മാറുകയാണ് ഇപ്പോൾ തോന്നിയത്. ഞങ്ങളുടെ നാട്ടിലൊരു രീതി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾ സ്നേഹം പ്രകടിപ്പിക്കുന്ന ഇങ്ങനെ ഒരുപാട് വർത്തമാനം പറഞ്ഞിട്ടാണ്.
നമ്മൾ ഒത്തിരി സംസാരിക്കുക മീൻസ് അതിൻ്റെ അർത്ഥം നിങ്ങൾ വളരെ സ്നേഹമുണ്ടെന്നാണ്. ഉറക്കെ സംസാരിക്കുക അല്ലെങ്കിൽ ഉറക്കെ ചിരിക്കുക, ഉറക്കെ കരയുക എന്നുള്ളതൊന്നും അവിടെ ഒരു പ്രശ്നമുള്ള കാര്യമല്ല. അപ്പം എനിക്ക് കുറേ ചെടികളുണ്ട് വീട്ടിൽ. അപ്പോൾ അതൊക്കെ വളരെ പ്രഷ്യസ് ആയിട്ട് ഞാൻ കൊണ്ടു നടക്കുന്ന ചെടികളാണ്. കാരണം ബിഗോണിയൊക്കെ ഞാൻ എവിടുന്നോ വെളിയിൽ നിന്ന് കൊണ്ടുവന്ന് നട്ടത്. ഞങ്ങളുടെ നാട്ടിലെ ചെടികളൊന്നും അന്ന് ആയിട്ടില്ല, ചട്ടിയിലുള്ള ചെടികളൊക്കെ. അപ്പോൾ ഒരു ദിവസം രാവിലെ ഏർലി മോർണിംഗ് ഞാനും അമ്മയും എന്ന് വെച്ചാൽ എൻ്റെ ഗ്രാൻഡ് മദറും കൂടെയാണ് രാവിലെ മുറ്റം തൂക്കാൻ ഇറങ്ങുക. അപ്പോൾ ഇറങ്ങി വരുമ്പം എൻ്റെ ഒരു ചെടി മറിഞ്ഞു കിടക്കുകയാണ്. എൻ്റെ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് വാസ് ഐ സ്റ്റാർട്ട് എ ക്രൈ. ഭയങ്കര ലൗഡായിട്ട് ഞാൻ കരയാൻ തുടങ്ങി. അപ്പോൾ ചേച്ചി കൊടുത്ത് എനിക്ക് എന്തോ പറ്റിയെന്ന് വിചാരിച്ചിട്ടാണ് ചേച്ചി ഓടി വരുന്നത്. എന്താ പറ്റിയെന്ന് ചോദിച്ചോണ്ട് ഞാൻ പറഞ്ഞു, ചേച്ചി എൻ്റെ ചെടി പോയി എന്ന് പറഞ്ഞപ്പം ഐ സ്റ്റിൽ റിമെമ്പർ ചേച്ചി സ്റ്റാർട്ട് ലാഫിങ് ലൈക്ക് എനിത്തിങ്. പെട്ടെന്ന് ഞാൻ കരച്ചിൽ നിർത്തി, ബിക്കോസ് ഐ വാസ് സ്റ്റണ്ട്. കാരണം ചേച്ചി ഇങ്ങനെ ചിരിക്കുന്ന ആദ്യമായിട്ടായിരുന്നു ഞാൻ കാണുന്നത്. അതുപോലെ ഷീ സ്റ്റാർട്ടഡ് ലാഫിങ്. സോ ദാറ്റ് ഈസ് വൺ ബ്യൂട്ടിഫുൾ മെമ്മറി. ഐ വുഡൻ സേ ദാറ്റ് അത് അത്ര വളരെ ഈസി ആയിരുന്നോ പുള്ളിക്കാരത്തേക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാമെന്നൊന്ന് ചോദിച്ചാൽ ഐ സ്റ്റിൽ വണ്ടർ അങ്ങനെ ആയിരുന്നോ. ഐ ഡോണ്ട് തിങ്ക് സോ. ബട്ട് ഷീ ഡെഫിനറ്റ്ലി അഡ്ജസ്റ്റഡ് വെൽ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്, ഐ വുഡ് സേ. അപ്പച്ചൻ ഒരു 84 മുതൽ ചെറിയൊരു ട്രീറ്റ്മെൻറ്റിലായിരുന്നു. കാര്യങ്ങളൊക്കെ ചെയ്യുമെങ്കിലും അപ്പച്ചനെ തനിച്ചൊരു സ്ഥലത്ത് വിടില്ലായിരുന്നു. അപ്പച്ചന് എല്ലാ കാര്യങ്ങളിലും ഞാനേയും ചേച്ചിയായിരുന്നു. ഞങ്ങൾ 3 പേരുടെയും കല്യാണ ആലോചനയിൽ കാണാൻ പോകുന്നതും ഒരു കല്യാണം നടക്കുമ്പോൾ എല്ലാ പ്രശ്നങ്ങളിലും ചേച്ചി ഞാനേ ആയിരുന്നു കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് മുഴുവനും. വലിയൊരു അനുഗ്രഹമാണ് ഞങ്ങളുടെ വീട്ടിന് ചേച്ചി ആദ്യത്തെ മരുമോളായിട്ട് വന്ന്. മെറീനയുടെ പോൾ തോമസുമായിട്ടുള്ള വിവാഹം നടക്കുന്ന സമയത്ത് പോൾ തോമസ് ഇഫ്കോ എന്നറിയപ്പെടുന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്യായിരുന്നു. അതായത് ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസർ കോപ്പറേറ്റീവ്. അവിടെ കുറച്ച് വർഷം കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ജോലി ചെയ്തതിന് ശേഷമാണ് ഒരു ദിവസം അല്ലെങ്കിൽ ഞങ്ങൾ അറിയാനിടയായത് പോൾ തോമസ് ജോലി രാജിവെക്കുകയാണ്. എന്നിട്ട് ഇസാഫ് എന്നൊരു പ്രസ്ഥാനം തുടങ്ങുകയാണ്. ഞങ്ങൾക്കതേപ്പറ്റി എന്താണെന്ന് കൂടി മനസ്സിലായില്ല. ഇതെന്താണ് ഇതിൻ്റെ പർപ്പസ്. തീർച്ചയായിട്ടും ജോലി രാജിവെക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വലിയ ആശങ്കയുണ്ടായി. കാരണം അതാണല്ലോ വരുമാന മാർഗം. ഇടയ്ക്കിടയ്ക്ക് പറയായിരുന്നു, ഞാനൊരു 200 പേർക്ക് ജോലി കൊടുക്കുന്ന ഒരു കമ്പനി ഞാൻ തുടങ്ങും. അതിൻ്റെ ഒരു ആഗ്രഹമാണ്. അങ്ങനെ ഒരു പ്രീ ഡിഗ്രി കഴിഞ്ഞ തവന്നൂർ പഠിക്കാൻ പോകുന്ന സമയത്ത് മുതൽ ഇങ്ങനെ പറയും. അപ്പം ഞങ്ങൾ ബാക്കി 3 പേരും ഞങ്ങൾ കളിയാക്കും. ബിബ്ലിക്കൽ ബേസിസ് ഓഫ് ക്രിസ്ത്യൻ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ള ആ വിഷയത്തെക്കുറിച്ച് ഞാൻ പല സ്ഥലങ്ങളിലും ക്ലാസ്സുകൾ എടുക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഇത് പോൾ തോമസിന് ഇത് വളരെ താല്പര്യമുള്ളൊരു വിഷയമായിട്ട് തീരുകയും അപ്പോൾ ഞങ്ങൾ ഇതിനെക്കുറിച്ച് പലപ്പോഴും സംസാരിക്കുകയൊക്കെ ചെയ്തു. What I noticed in him was his passion for something larger, a vision for nation building. And he wanted to break away and then he wanted to do something larger. കുറച്ചുകൂടെ വൈഡറായിട്ടുള്ള ഒരു കാര്യം, ഒരു വർക്ക് ചെയ്യണമെങ്കിൽ ഒരു സെപ്പറേറ്റ് ഓർഗനൈസേഷൻ വേണം എന്നുള്ളത് മനസ്സിലായി. അങ്ങനെയാണ് ഇസാഫ് എന്നുള്ള പേര് ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത്. His objective or his purpose in establishing ESAF Foundation and as ESAF Bank has been completely transformative. It's definitely a business, but at the same time it is a transformative society. The business can also bring a transformative society which can uplift the people, which can bring the right values, and which can bring leadership qualities in many others. I think that's what I have noticed in him. ആ സമയത്ത് ഇസാഫിൽ സ്റ്റാഫൊന്നും ഇല്ലായിരുന്നു. 92 തുടങ്ങിയെങ്കിലും 94 വരെ സ്റ്റാഫൊന്നും ഇല്ല. ദേ ആർ മാനേജിങ് ദംസെൽഫ്. 94 ഞാൻ അത് സ്റ്റാഫായിട്ട് ജോയിൻ ചെയ്യാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ ഉള്ള ഇസാഫിനോടുള്ള ദർശനമായിരുന്നു. ഞാൻ കേട്ടിട്ടുണ്ട് 95 96 ഞാൻ ചില സ്ഥലങ്ങളൊക്കെ ഞാൻ ബാക്ക് ഹെഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഇതൊക്കെ പോൾ തോമസിൻ്റെ ഒരു തമാശയാണ്, ഇതൊക്കെ ഇങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞ് കേട്ടിട്ട് വ്യക്തിയാണ് ഞാൻ. അന്നത്തെ സിറ്റുവേഷൻ നോക്കിയാൽ ഇസാഫിന് സ്വന്തമായിട്ടൊരു ഓഫീസില്ല, സ്വന്തമായിട്ടൊരു സ്റ്റൂള് പോലുമില്ല. ലിറ്റിൽ എന്ന് പറയുന്ന വീട്ടിലെ ഒരു ചെറിയ 50 സ്ക്വയർ ഫീറ്റിലെ ഒരു ചെറിയ മുറിക്കകത്തിരുന്ന് ഒരു കട്ടൻ ചായയും കുടിച്ചുകൊണ്ട് ഇന്ത്യയുടെ മാപ്പ് നോക്കി ഇവിടെയൊക്കെ നമ്മൾ ഇസാഫിൻ്റെ പ്രവർത്തനം ആരംഭിക്കും. ഇവിടെയുള്ള ജനങ്ങൾക്ക് ജോലി ചെയ്ത് ജീവിക്കാനുള്ള അല്ലെങ്കിൽ ഒരു സ്വന്തം ബിസിനസ് തുടങ്ങാനുള്ള ഒരു വക
കണ്ടെത്തും എന്ന് പറയുമ്പോൾ ഇത് ദാറ്റ് വാസ് ഇൻക്രെഡിബിൾ. മെറിനയുടെ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ എപ്പോൾ ചെന്നാലും മെറിനയുടെ വീട്ടിൽ ഒരു 6 പേര് 8 പേര് 10 പേര് അവിടെ സ്ഥിരമുണ്ടാവും ആൾക്കാർ. ഇസാഫിൻ്റെ ഓഫീസും വീട്ടിലായിരുന്നു, ഇസാഫിൻ്റെ വർക്കും വീട്ടിലായിരുന്നു. വരുന്നവരും അവിടെ വരും. ഇസാഫ് ജോയിൻ ചെയ്ത സമയത്താണ് ഞാൻ പിന്നെ ചേച്ചിയെ കാണുന്നത്. ആ സമയത്ത് എനിക്കൊന്ന് എമ്മിക്കൊരു 3 വയസ്സ് കാണും. എനിക്ക് അലോക്ക് ഐ തിങ്ക് ഷീസ് ക്യാരിങ് അറൗണ്ട് 7 or 8 months. ബ്രേക്ക്ഫാസ്റ്റ് തൊട്ട് ഡിന്നർ വരെയുള്ള എല്ലാ കാര്യങ്ങളും മെറിന മാം ആണ് ഇത് ചെയ്യുന്നത്. പോൾ സാറിൻ്റെ വിഷന് വേണ്ടി മെറിന മാം എടുത്ത ആ ഒരു സാക്രിഫൈസും കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അത് വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ തീരുന്നതല്ല. അപ്പോൾ ഞാനിപ്പോൾ ആലോചിക്കും, ചേച്ചി വിത്ത് ഫുൾ കെയർ ചെയ്യുന്ന സമയത്തും അലോക്കിനെ ഫുൾ കെയർ സമയത്തും ആൾക്കാരൊക്കെ അവിടെ നിന്ന് കയറും, രാത്രിയിൽ വന്ന് കയറുന്നുണ്ട്. പോൾച്ചാൻ്റെ ഫ്രണ്ട്സ് വരുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ ഫാമിലി ഫ്രണ്ട്സ് വരുന്നുണ്ട്. ഇവർക്കെല്ലാം വെച്ച് കൊണ്ട് കൊടുക്കും. ഇതാണ് ചേച്ചിയുടെ ഒരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്തത്. കാരണം ദാറ്റ്സ് ക്രിയേറ്റ് ചെയ്ത ഒരു ഓപ്പൺ ഹോം പോലെ കാണും. അപ്പം ആ സമയത്തും അവർ സ്ട്രോങ് ആയിട്ട് നിൽക്കാനായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അത് ബിക്കോസ് ഓഫ് ദെയർ എബിലിറ്റി ടു കീപ് ദാറ്റ് ബൗണ്ടറി വെരി വെരി ക്ലിയർ. അതുകൊണ്ടായിരിക്കും അന്ന് 200 എന്ന് പറഞ്ഞോടത്ത് ഇന്ന് 20,000 പേരെ ഉള്ളൊരു കമ്പനി അല്ലെ അതിൽ കൂടുതലാവാൻ പോകുന്ന ഒരു കമ്പനി ആയിട്ട് ബാങ്കായിട്ടും എല്ലാം ആവാനായിട്ട് ഇടയാക്കിയത്. എനിക്ക് എൻ്റെ അമ്മ ചെയ്ത കാര്യങ്ങളുടെ വാല്യൂവും അത് പലതും മനസ്സിലായത് ഞാനൊരു അമ്മയായി കഴിഞ്ഞിട്ട്. എസ്പെഷ്യലി വീട് കംപ്ലീറ്റ്ലി അമ്മയാണ് മാനേജ് ചെയ്തത്. കാരണം അപ്പോഴേക്ക് ആ ഇനീഷ്യൽ ഒരു 10 years ഫുൾ ടൈം ഇഫ്കോയിൽ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെയാണ് ഇസാഫും മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം കംപ്ലീറ്റ് ഈവൻ നൗ എൻഡ് ടു എൻഡ് വീട്ടിലെ ആ കംപ്ലീറ്റ് കാര്യങ്ങൾ അമ്മയാണ് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴും ആ ഒരു മെൻ്റൽ ലോഡ് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. ഓരോ കാര്യങ്ങളും ഓർത്ത് ലൈക്ക് അതെല്ലാം ഫുള്ളി മാനേജ് ചെയ്യുന്ന. സോ അതെല്ലാം ഒരിക്കലും ഒരു പരാതി പറയോ കംപ്ലൈൻറ്റ് ചെയ്യോ ഒന്നും ചെയ്തിട്ടില്ല. എനിക്കൊരു 1 വയസ്സ് 1.5 വയസ്സുള്ളപ്പോഴത്തേക്കാണ് ഞങ്ങൾ ലിറ്റിൽ നിന്ന് ഞങ്ങളുടെ മണ്ണുത്തില വീട്ടിലേക്ക് മാറുന്നത്. അപ്പോൾ ലിറ്റിലായിരുന്നപ്പോഴും ആ ഒരു ചെറിയ റൂമായിരുന്നു അപ്പയുടെ ഓഫീസ്. ദിവസം ഒരു തടിയുടെ ഒരു ടേബിൾ ഉണ്ടായിരുന്നു, ഒരു ലൈക്ക് വോവൺ കറങ്ങുന്ന ഒരു കസേര ഉണ്ടായിരുന്നു. ആൻഡ് ദി അതർ റൂം, ദി ബെഡ്റൂം, അപ്പ ആൻഡ് അമ്മ ഓൾ ഓഫ് us യൂസ് ടു സ്ലീപ്പ് ടുഗെദർ. ആൻഡ് ആ മറ്റേ റൂമിലായിരുന്നു ഇപ്പം ബോബി ചാച്ചൻ അല്ലെങ്കിൽ ജോസങ്ങൾ അതുപോലുള്ള ലൈക്ക് ആ ടൈമിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന അവർ താമസിച്ചു. സോ ഇറ്റ് വാസ് ഓൾവേസ് ഒരു ഇൻ്റർലിങ്ക്ഡ് ഫാമിലിയും അല്ലെങ്കിൽ വീടും ഓഫീസും അങ്ങനെ ഒരു സെപ്പറേഷൻ ഒരിക്കലും ഉണ്ടായിരുന്നില്ല. ബിറ്റ്വീൻ 95 and 2002 ഒക്കെ അപ്പോൾ ഐ വാസ് ഡൂയിങ് 2 jobs at a time. ഇഫ്കോയിൽ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. സോ അപ്പോൾ ഓഫീസ് ബേസ് ലൊക്കേഷൻ വാസ് കൊച്ചി. അവർ എല്ലാ ദിവസവും രാവിലെ കൊച്ചിയിലേക്ക് പോവും, ബസ്സിലോ അല്ലെങ്കിൽ ട്രെയിനിലോ ഒക്കെ ആയിട്ട് പോവും. വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു വന്നിട്ടാണ് പിന്നെ ഇസാഫിൻ്റെ ബാക്കിയുള്ള ആക്ടിവിറ്റീസും ഡിസ്കഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ 10 വയസ്സായിരുന്നപ്പോൾ I went to boarding school because things got really busy for them. They weren't able to like focus on everything. Lots of people would assume that there comes like a sort of emotional disconnect being that far away. But then I think it actually kind of helped me in a way because I would only come home every 2 months and then stay for maybe 10 days or 2 months at best. And you all know, even when I was at school, they would come almost every month for 1 weekend or something. And that weekend when Amma would come, she would like, അച്ചാർ ഉണ്ടാക്കും, ബനാന ചിപ്സ് എല്ലാം എനിക്കിഷ്ടമുള്ള ഫുഡും ഉണ്ടാക്കി തരും. Even though they were super busy people, I think they always made time, and that really showed up. And I think that's really what struck me the most, that they always managed to show up. ഞാനും ചേച്ചിയൊക്കെ എനിക്ക് കുറച്ചുകൂടെ ഒരു അപ്പയുടെയും അമ്മയുടെയും സ്ട്രഗിൾസ് കാണാനായിട്ട് കുറച്ചുകൂടെ സാധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ എന്നിരുന്നാലും അവർ ആ ഒരു സ്ട്രഗിൾസ് ഞങ്ങൾ അറിയിക്കാതിരിക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്തു. ലൈക്ക് വെൻ എവർ വി ഹാവ് എ റിക്വയർമെൻറ്റ്, വെൻ എവർ വി ഹാവ് എ നീഡ്, ഇറ്റ്സ് ഓൾവേസ് ബീൻ മെറ്റ്. പലർക്കും എന്നെ അറിയുന്നത് ഞാൻ പണ്ട് പാരപ്പറ്റിന്ന് വീണ ചെക്കനായിട്ടാണ്. അപ്പോൾ പലരെ ഇപ്പോഴും മീറ്റ് ചെയ്യുമ്പോൾ വരും, അന്ന് വീണ മോനല്ലേ എന്ന് പറയും. എന്നതൊരു വലിയൊരു ഇഞ്ചുറി ആയിരുന്നു. എനിക്ക് വീണത് അതൊന്നും ഓർമ്മയില്ല. ഹോസ്പിറ്റലിൽ
അശ്വിനിയിൽ മെർനാൻഡിയുടെ കൂടെ ഒരു പേഷ്യൻറ്റിൻ്റെ ബൈസ്റ്റാൻഡർക്ക് ബൈസ്റ്റാൻഡർ എന്നുള്ള റോളിലായിരുന്നു എന്ന് തോന്നുന്നു. ഞാൻ കുറച്ച് സമയമൊക്കെ അവിടെ ഹോസ്പിറ്റലിൽ ചിലവഴിച്ചിട്ടുണ്ട്. മെർനാൻഡി പല സമയത്തും പലപ്പോഴായിട്ടും ബെഡിൻ്റെ സൈഡിലൊക്കെ ഇരുന്ന് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അബിയുടെ തോളല് ഇവിടെ ഈ എല്ല് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അതിനി എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയുള്ള ഡിസ്കഷൻസൊക്കെ നടക്കുമ്പോൾ നമുക്ക് ഭയങ്കര ആങ്സൈറ്റിയാണ്. കാരണം അത്രയും ചെറുപ്പത്തിൽ ഇന്ന് ഞാൻ പുറകോട്ട് ചിന്തിക്കുമ്പോൾ മെർനാൻഡി എങ്ങനെയാണ് ആ ഒരു ക്രൈസിസിനെ തരണം ചെയ്തതെന്നുള്ളത് എനിക്ക് ഭയങ്കര അത്ഭുതമാണ്. ഞാൻ മെർനാൻഡി കരഞ്ഞ് പലതവണ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും അതിലും 1 തവണയോ 2 തവണയോ 3 തവണയോ കൂടുതൽ മെർനാൻഡി ബൈബിൾ തുറന്നു വെച്ച് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. Number one thing is that faith in God that they have, it's like unshakable. I really look up to that and aspire to that. എനിക്ക് ഓർമ്മയുണ്ട്, എനിക്ക് തോന്നുന്നു ഒരു ദിവസം രാവിലെ ഓഫീസിൽ പോകാൻ കുറച്ച് ലേറ്റ് ആയിരിക്കുമായിരുന്നു. ഞാൻ ബെഡിലായിരുന്നു ഇപ്പോഴും, മേ ബി 9:30 ആയി. അപ്പോൾ അപ്പ പെട്ടെന്ന് റൂമിൽ കയറി വന്ന് ഭയങ്കര ഫിലോസഫിക്കലായിട്ട് ദൈവം എല്ലാവർക്കും ആകെ ഈക്വലായിട്ട് തന്നേക്കുന്ന 24 മണിക്കൂറാണ്. അപ്പോൾ വാട്ട് ഡിറ്റർമിൻസ് സമൺ ഹു സക്സസ്ഫുൾ ആൻഡ് നോട്ട് ഇസ് ഹൗ യു യൂസ് ദോസ് അവേഴ്സ്. ഞാൻ പാതി ഉറക്കത്തിലിത് കേട്ടിരിക്കുക. അപ്പോൾ എനിക്ക് തോന്നുന്നു അപ്പോഴേ ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ച ടൈം മാനേജ്മെൻറ്റാണ്. എനിക്ക് തോന്നുന്നു there's no one else who uses their time as effectively as my father from what I've seen. അമ്മ കുറേ കൂടെ ആൾക്കാരുടെ ഒരു അപ്രോച്ച് കുറേ കൂടെ അപ്പോൾ എന്നെക്കാളും ട്രസ്റ്റിംഗ് അല്ല എന്ന് പറയും, കുറേ കൂടെ പേഷ്യൻ്റാണ്, കുറേ കൂടെ ഫോർഗിവിങ്ങാണ്. അപ്പോൾ അമ്മയുടെ ഞാൻ പഠിച്ച കാര്യങ്ങൾ ബി പേഷ്യൻറ്റ് വിത്ത് പീപ്പിൾ, ബി ഗ്രേസ്ഫുൾ, ബി ഫോർഗിവിങ്. പക്ഷെ രണ്ടുപേർക്കും അലൈൻഡ് ആയിട്ട് വരുന്നൊരു കാര്യം, ഇറ്റ്സ് അബൌട്ട് ഗോഡ്. മെറീന വലിയ കാര്യമായിട്ട് മീൻകറി ഉണ്ടാക്കി വെച്ചു ഒരു ഗസ്റ്റ് വരുന്ന പ്രമാണിച്ച്. ഇവൻ അബി ചെറുതായിരുന്നു, അവനറിയില്ല. അവൻ ഓടി വന്ന് അടുക്കളയിൽ നിന്ന് കുറേ പൊടികളെല്ലാം കൂടി ആ മീൻ കറിയിലേക്ക് എടുത്തിട്ടു. അപ്പോൾ എമി വിചാരിച്ച് അമ്മ വരുമ്പോൾ ഷൗട്ട് ചെയ്യുന്നു. പക്ഷെ മെറീന വളരെ ഒന്നും ഷൗട്ട് ചെയ്തില്ലെന്ന് മാത്രമല്ല മമ്മിയോട് പറഞ്ഞു ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് വെച്ചാൽ അത് ആ തന്മയത്തോടു കൂടി അത് ഡീൽ ചെയ്തു. ശരിക്കും മക്കളെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ബൈബിളിലെ ഒരു വാക്യമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും, യഹോവയെ ഭയപ്പെട്ട യഹോവയുടെ വഴിയിൽ നടക്കുന്നവർ അവരുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും എന്ന് പറയുന്നത് വളരെ വാസ്തവമാണ്. അത് അനർത്ഥമാകുന്ന രീതിയിലാണ് പോളിനെയും മെറിനെയും ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നത്. ദൈവം തക്ക തുണയെ കൊടുക്കും എന്ന് പറയുന്നത് ഇവരുടെ കാര്യത്തിൽ വളരെ യാഥാർത്ഥ്യമാണ്. I have never seen them fight. It's been 3 years since we've lived in the same house. We see each other all the time, but you never see them fight. It may be small things like they may bicker with each other, make fun of each other, but they never let anything escalate up to a certain level. So Amma may come out one day wearing a sari that's probably 10 years, 20 years old, and still Appa will have one twinkle in his eye and he'll be like, oh, you look really nice. This is a new sari. So they've kept the spark alive even after 35 years. രണ്ടുപേരിലും they have a lot of differences also. But ആ ഡിഫറൻസസിനെയൊക്കെ somehow or the other, I don't know how to explain that, but it comes together towards something productive. They have differences of opinion. അത് പല പ്രാവശ്യം ഞങ്ങളുടെ മുന്നിലും they say the difference of opinion, but അതൊരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ്റെ മുകളിലോട്ട് പോകുന്ന കാണാറില്ല. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ദ വിഷൻ ദേ ആർ ടുഗദർ. അപ്പയും അമ്മയും ഇസാഫിലൂടെയും ഇസാഫിൻ്റെ അനുബന്ധിച്ച് നടക്കുന്ന സ്ഥാപനങ്ങളിലൂടെയും ക്രിയേറ്റ് ചെയ്തൊരു ഇമ്പാക്റ്റ്, it is far-fetching, not in the coming years, but many years down the line, people will talk about it, how ISAF impacted their life so much that it changed dramatically. So I think both Appa and Amma have set the bar too high for us to kind of follow and reach to that level. പൈസ ഉണ്ടാക്കിയോ ഈവൻ അക്യുമുലേറ്റ് ചെയ്തിട്ടോ ആ പൈസ കൊണ്ടൊരു ലാവിഷ് ലൈഫ് സ്റ്റൈലിലേക്കോ അല്ലെങ്കിൽ ഒരു ലക്ഷറിയിലേക്കോ അല്ലെങ്കിൽ ഒരു എൻജോയ്മെൻറ്റിലേക്കോ ഒരു സമയത്തും പോകുന്നതായിട്ട് കാണത്തില്ല. അത് ഇവൻ അപ്പയായാലും അമ്മയായാലും ഇപ്പം ഞങ്ങൾ പിള്ളേരായാലും. പേർപ്പസ് ഇസ് നോട്ട് ടു മേക്ക് മൈസെൽഫ് മോർ കംഫർട്ടബിൾ ഓർ ലക്ഷറിയസ് ഓർ ടു പുട്ട് മൈസെൽഫ് ഓൺ ടോപ്പ്. ആ പൈസയും കൊണ്ട് ഫർദർ നമ്മൾ ചെയ്യുന്ന വർക്കിനെ എക്സ്പാൻഡ് ചെയ്യണം, ടു റീച്ച് മോർ പീപ്പിൾ, ടു മേക്ക് മോർ പീപ്പിൾ സക്സസ്ഫുൾ ഓർ ബെനിഫിറ്റഡ് ഔട്ട് ഓഫ് ദ വർക്ക് ദാറ്റ് വി ഡു. ഇസാഫ് തുടങ്ങുന്ന ആ സമയമാണ്. അന്ന് ഇതുപോലെ ഒരു പെൺകുട്ടി അവിടെ ഇസാഫിൽ ജോലി ചെയ്യാനായിട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് ആ കുട്ടിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺവെൻറ്റിൽ വളർന്ന കുട്ടിയാണ്. മാതാപിതാക്കളൊന്നും ആരാണെന്ന് അറിയുകയില്ല. പക്ഷേ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് വന്നതായിട്ടുള്ളൊരു കുട്ടിയാണ്. പിന്നെ അങ്ങനെ അതിന് വേണ്ടതായിട്ടുള്ളൊരു ജോലിയൊക്കെ അവിടെ തരപ്പെടുത്തി കൊടുത്തു. ആ കുട്ടിയുടെ വിവിധ തരത്തിലുള്ള ആവശ്യങ്ങൾ, പ്രത്യേകിച്ച് വിവാഹപ്രായം ഏകദേശം ആയ ഒരു സമയമായിരുന്നു. പിന്നെ വിവാഹാലോചനയൊക്കെ വന്ന സമയത്ത്
മാതാപിതാക്കൾ എങ്ങനെയാണോ ഒരു കുട്ടിയുടെ വിവാഹം നടത്താനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുന്നത്, അവിടെ പള്ളിയിൽ പോയി അതോടൊപ്പം തന്നെ ചെറുക്കൻ്റെ വീട്ടിൽ പോകുന്ന സമയത്തും ഒക്കെ ആ കുടുംബം എപ്പോഴും കൂടെ നിന്നു എന്നുള്ളതാണ്. ഏറ്റവും അതിശയിപ്പിച്ചത്, നമുക്കറിയാം, പെൺകുട്ടികളെ വീട്ടിലോട്ടാണ് വിവാഹം കഴിഞ്ഞതിന് ശേഷം പ്രസവവുമായിട്ടുള്ളൊരു ബന്ധത്തിൽ വിളിച്ചുകൊണ്ട് വരുന്നത്. സാറും കുടുംബവും അവിടെ പോയി എങ്ങനെയാണോ സ്വന്തം മകളെ വിളിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ കൊണ്ടുവന്ന് പ്രസവത്തിനോടനുബന്ധിച്ചിട്ടുള്ള പ്രസവാന്തര ശുശ്രൂഷകളും എല്ലാം കൊടുത്ത് വീട്ടിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അവിടെ കൊണ്ടുപോയി അതൊക്കെ കൊടുത്തത് ഇപ്പോഴും ഞാനിങ്ങനെ ഓർക്കുന്നു. നമ്മൾ പറയാതെ തന്നെ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു രീതി പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഒരു പ്രാവശ്യം അവർ ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പം എന്തോ ഫങ്ഷനായിരുന്നു തോന്നും. അപ്പം എന്തോ സ്പൂണിൻ്റെ തവിയുടെയൊക്കെ സെർവ് ചെയ്യുന്ന സമയത്ത് ഒരു ഷോർട്ടേജ് മെറീനയ്ക്ക് ഫീൽ ചെയ്തായിരിക്കും. പിന്നെ ഞങ്ങളുടെ അടുത്ത വെഡിങ് ആനിവേഴ്സറിയുടെ സമയത്ത് മെറീന ഒരു വലിയ ഗിഫ്റ്റും കൊണ്ടാണ് വന്നത്. എത്ര എണ്ണാന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അതുപോലെ വലിയ തവി, ചെറിയ തവി, ചട്ടുകം തന്നെ പലതരം. അവർക്ക് കിട്ടുന്ന ആ പദവികൾ, പ്രിവിലേജസ് അല്ലെങ്കിൽ അവസരങ്ങൾ, അത് അവർ തന്നെ സ്വന്തമായിട്ട് പിടിച്ചു വെക്കണമെന്നല്ല, മറ്റുള്ളവർക്ക് കൂടെ കൊടുക്കുന്നതിൽ ഒത്തിരി സന്തോഷം കണ്ടൊരു ആളായിരുന്നു. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ പോളും മെറീനയും ഇസാഫിൽ വർക്ക് ചെയ്യുന്ന 20,000-ഓളം വരുന്ന സ്റ്റാഫിനും അതിലുപരി അവരുമായിട്ട് ബന്ധപ്പെട്ട് കഴിയുന്ന എല്ലാവർക്കും വളരെ വലിയൊരു റോൾ മോഡലാണ് അവർ രണ്ടുപേരും. ബൈബിളിലൊരു വാക്യമുണ്ട്, നിങ്ങളുടെ അപ്പം വെള്ളത്തിന്മേലെറിയുക, തക്ക കാലത്ത് അത് തിരികെ വരും. വെള്ളത്തിലെറിയുന്ന അപ്പം ഒരിക്കലും തിരിച്ചു വരാൻ പോകുന്നില്ല. പക്ഷേങ്കിൽ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളൊരു കാര്യം, വലിയേട്ടനും ചേച്ചിയും എനിക്ക് തോന്നുന്നു അവരുടെ യങ് ലൈഫ് എല്ലാം ഇസാഫിന് വേണ്ടിയോ അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടിയോ ജസ്റ്റ് എറിഞ്ഞു കളഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അത് ദൈവം മാനിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ അതെല്ലാം വാട്ട് എവർ ദേ ഹാവ് സാക്രിഫൈസ്ഡ് ഹസ് കം ബാക്ക്. പല ഇരട്ടികളായിട്ട് ദൈവം തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. തലമുറകളിലേക്ക് അത് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അവരുടെ ജീവിതത്തിൽ നിന്നും ഞാൻ ഉൾക്കൊള്ളുന്ന പാഠം. അല്ലെങ്കിൽ അത് സമ്മപ്പ് ചെയ്ത് പറയാനായിട്ട് സാധിക്കുമെങ്കിൽ ദിസ് ഈസ് ഇറ്റ്. പോൾ സാറ് ബാംഗ്ലൂർ ഒരു ട്രെയിനിങ് വന്നപ്പോൾ എന്നെയും വിളിച്ചു. അപ്പം പോൾ സാറ്, ബോബി സാറ്, ഞങ്ങൾ 3 പേരും ആ ട്രെയിനിങ്ങിന് പോയി. പക്ഷേ അവിടുന്ന് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളെ യു ആർ നോട്ട് പാർട്ട് ഓഫ് ദിസ് എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ഇറക്കി വിട്ടു. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര ഷോക്കായിപ്പോയി. അപ്പം ആ ഫസ്റ്റ് ഡേ ഞങ്ങൾക്ക് ഒരു ഗെയിം ഉണ്ടായിരുന്നു. ആ ഗെയിമിനകത്ത് എനിക്കൊരു പ്രൈസ് കിട്ടി, ഒരു ഡെക്ക് ഓഫ് പ്രോമിസ് കാർഡ്സ്. അതും ആയിട്ട് എൻ്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്നു. അതുമായിട്ട് ഞങ്ങളിങ്ങനെ തിരിച്ച് ബസ്സിൽ കയറി കേരളത്തിലോട്ട് വരുമോ. കേരളത്തിലോട്ട് വരുന്ന വഴിക്ക് ആരും ഒന്നും മിണ്ടുന്നില്ല. ബോബി സാറുണ്ട്, ഞാനുണ്ട്, പോൾ സാറുണ്ട്. വണ്ടി ഇങ്ങനെ പോയി കുറച്ചു നേരം കഴിഞ്ഞപ്പം പോൾ സാർ എൻ്റെ അടുത്ത് ചോദിച്ചു, നീ ആ പ്രോമിസ് കാർഡൊന്ന് എടുക്കാൻ പറഞ്ഞു. ആ ബോക്സിൽ നിന്ന് ഞാൻ ഒരെണ്ണം എടുത്ത് അതിൻ്റെ വാക്യം ബൈബിളിലെ ജെറമ്യ 29:11. അതിപ്പോൾ ഇന്ന് ലോകമെമ്പാടും വളരെ അനേകർക്ക് മോട്ടിവേഷൻ കൊടുക്കുന്നതായിട്ടുള്ളൊരു വാക്യമാണത്. ദൈവം പറയുന്നു, ഐ ഹാവ് എ പ്ലാൻ ഫോർ യു, പ്ലാൻ ടു പ്രോസ്പർ യു, നോട്ട് ടു ഹാം യു. അന്നും ഞങ്ങൾ ലിറ്റിലാണ്, വളരെ ചെറിയ ഒരു ഓർഗനൈസേഷനായിട്ട് നിൽക്കുന്നതായിട്ടുള്ള സമയത്ത് കിട്ടിയ ഇതൊരു ഭയങ്കര മോട്ടിവേഷനായിട്ട് എനിക്ക് ലഭിച്ചു. പിന്നീട് പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ നമുക്ക് ദൈവത്തിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള അത് ഞാനങ്ങനെ അതിനെക്കുറിച്ചിട്ട് പറയാനായിട്ട് തുടങ്ങി. നമ്മുടെ ടീം മീറ്റിങ്സിലൊക്കെ പറയാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇസാഫിൽ എല്ലാവർക്കും ഇപ്പോൾ അതൊരു മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ളൊരു വേഴ്സായിട്ട് എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ വീട് പണിതപ്പോഴും അതിലൊരു വലിയ ഞങ്ങളുടെ വാതിലിൽ അത് കൊത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങളുടെ ഡ്രോയിങ് റൂമിൽ അതുണ്ട്. അപ്പോൾ അതൊരു വലിയ ഒരു കോൺഫിഡൻസ് ആണ് നമുക്ക്. ദൈവത്തിന് നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊരു പെർഫെക്റ്റ് പ്ലാൻ ഉണ്ടെന്നുള്ള ഒരു സ്ട്രോങ് കൺവിക്ഷൻ ഞങ്ങൾക്ക് 2 പേർക്കുണ്ട്. അപ്പം ഞാൻ ആരെ കല്യാണം കഴിക്കണം, ഗോഡ് ഹാസ് എ പ്ലാൻ. ഞാൻ എങ്ങനെ ജീവിക്കണം, ഗോഡ് ഹാസ് എ പ്ലാൻ. ഞാൻ എവിടെ ജീവിക്കണം, അതിനും ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. അപ്പം ദൈവത്തിൻ്റെ പ്ലാൻ ആണ് നമ്മുടെ ജീവിതത്തിൽ നിറവേറേണ്ടത്. അത് പെർഫെക്റ്റ് ആയിരിക്കും. ഇതൊക്കെ ഒരിക്കലും വറ്റാത്ത ഒരു ഉറവ പോലെയാണ്. അടിയിൽ വെള്ളം ഉണ്ടെങ്കിലേ, ആവശ്യത്തിന് വെള്ളം ഉണ്ടെങ്കിലേ ഉറവ ഇങ്ങനെ നിൽക്കാതെ ഒഴുകത്തുള്ളൂ. ദൈവാനുഗ്രഹവും ദൈവ
കൃപയോ ഒക്കെ ഒത്തിരിയേറെ ഉള്ളതുകൊണ്ടാണ് ഇവർക്ക് എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കുവാനും ആശ്വസിപ്പിക്കുവാനും അവർക്കത് തണലാകുവാനും താങ്ങാകുവാനും ഒക്കെ സാധിക്കുന്നത്. ഇനിയും ഒത്തിരിയേറെ പേർക്ക് താങ്ങും തണലും ആശ്വാസവും ഒക്കെ ആയി മാറുവാനായിട്ട് അവരെ ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.